മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല. കോഴയ്ക്കായുള്ള പണപ്പിരിവ് സംബന്ധിച്ച ബാറുടമ സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയുള്ള മന്ത്രിയുടെ പ്രതികരണമാണിത്. ഇത് പക്ഷേ പൂർണ്ണമായും ശരിയല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടൽ, ഡ്രൈഡേ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളുമായി ഉടമകൾ എക്സൈസ് മന്ത്രിക്കും ടൂറിസം വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി യോഗവും വിളിച്ചു. മദ്യനയത്തിൽ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായി മാറ്റേണ്ട വിഷയങ്ങളാണ് ബാറുടമകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ ചർച്ചയായത്. തലസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. 5,60,00,000 രൂപയോളം അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം. അതിൻ്റെ എഴുതാനും മറ്റ് ചെലവുകൾക്കുമായിട്ട് ഏകദേശം 60,00,000 രൂപയോളം വേണം. 3 കോടിയോളം ഞങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരണം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നുമായിരുന്നു സംഘടനാ പ്രസിഡന്റിന്റെ വാദം. എന്നാൽ യോഗത്തിന്റെ പ്രധാന അജണ്ട മദ്യനയത്തിലെ തിരുത്തും അതിനായുള്ള പണപ്പിരിവും തന്നെയായിരുന്നു. അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ യോഗത്തിലും ഉയർന്നു വന്നു. വിഭാഗീയ പ്രവർത്തനം സംബന്ധിച്ച് ചില തർക്കങ്ങളും യോഗത്തിലുണ്ടായി. നിലവിലെ വിവാദത്തിൽ കടുത്ത അമർഷത്തിലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ. പണപ്പിരിവും കോഴയാരോപണവും ഉയർന്നതോടെ മദ്യനയത്തിലെ തിരുത്തലുകൾ പാളി. ബാറുടമകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്ര വിധത്തിലേക്ക് സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട്. ബാറുടമകളുടെ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ച മട്ടാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.